ഹലോ. മിടിച്ചു നോക്കണ്ട, ഒരു കഴുത്തറപ്പൻ കച്ചവടത്തിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഓട്ടക്കീശക്കാരനായി എന്നെ കൊണ്ട് എന്ത് കച്ചവടം? ഇപ്പോഴാണെങ്കിൽ വികലാംഗനം. എടോ മാഷേ, തന്റെ സിംഫണിയെ പറ്റിയുള്ള ഡ്രീം സായോജ്യമണയാൻ പോകുന്നു. തന്റെ ഹൃദയഭിത്തികളുടെ തടങ്കൽ പാളയത്തിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന സംഗീത തന്ത്രികളുടെ നാദപ്രപഞ്ചം മോചിക്കപ്പെടുന്നു. ലേശം സാഹിത്യം കൂടിപ്പോയല്ലേ? സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യമില്ലെന്ന് കരുതിയ ലേഖ. രാഹുകാലത്തിന് ഇനി 15 മിനിറ്റ്സ് കൂടിയുള്ളൂ. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് വായിക്കൂ. അത് വേണോ മാഡം? പാവത്തെ ബേജാറാക്കണോ? എന്നാ ബ്രീഫായിട്ട് ഞാൻ തന്നെ പറയാം. ഹുമയൂൺ എന്ന സംഗീതജ്ഞന്റെ ഇതുവരെയുള്ളതും ഇനി വർക്ക് ചെയ്യാൻ പോകുന്നതുമായ മുഴുവൻ സംഗീതവും സാഹിത്യവും നൃത്തവും ഭാവവും മൊത്തച്ചില്ലറ വ്യാപാരം നടത്തുവാനുള്ള അധികാരം ഇതിനാൽ പാലച്ചോട്ടിൽ ഗോപാലകൃഷ്ണൻ നായരുടെ മകൾ അനുപമ ഗോപാലകൃഷ്ണന്റേതായിരിക്കും. കൂടുതൽ ആലോചിക്കണ്ട, ഒപ്പിട ഒപ്പിട. എന്റെ പൊന്നു നായരെ, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഓടിയേ പറ്റൂ. വാ. ഇവിടുത്തെ ലൈഫ് സ്റ്റൈലെല്ലാം ജീവിതത്തിൽ പകർത്താൻ പറ്റൂ. ദുബായിയുടെ കൾച്ചർ 2 തരമാണ്. ഇവിടെ ജനിച്ചു വളർന്നവരുടെ ഒരു രീതി, അവരിന്നും മതപരമായ വിശ്വാസങ്ങളിലൂന്നി അതിന്റെ അടിസ്ഥാനത്ത് ജീവിക്കുന്നു. രണ്ടാമത്തേത് ഒരു തരം അവിയലി പരിവം, ഇന്ത്യക്കാരനും പാകിസ്ഥാനികളും ഇംഗ്ലീഷുകാരനും, അതിൽ തന്നെ തമിഴനും സിഖും ഗുജറാത്തിയും ബംഗാളി. ഇതിനിടയിൽ നമ്മുടേതെന്ന് പറയുന്ന രീതിയിൽ ജീവിക്കുന്നതിലാണ് മിടുക്ക്. അതിന് മടി കാണിക്കുന്നവരായിട്ട് ഇപ്പൊ ആരെവിടെ ഉള്ളത്? പപ്പ, മമ്മി മരിച്ചത് പിന്നെ എന്റെ മമ്മിയും പപ്പയും ഫ്രണ്ടും എല്ലാം പപ്പയാണ്. നമുക്കിടയിൽ ഒരു മുഖവരിയുടെ ആവശ്യമില്ല. അതുണ്ടാവുന്ന സിറ്റുവേഷൻ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവുന്നു എന്നർത്ഥം. മുഖവരിയില്ലാതെ നിനക്ക് പറയാനുള്ളത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് എന്റെ പരാതി. പറയാൻ നേരമായില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞില്ല. എനിക്കെല്ലാം തന്നത് ഈ മണൽ നഗരമാണ്, താങ്കളെ അടക്കം. ഇവിടെ നടക്കാൻ പോകുന്നത് നാട്ടാചാര പ്രകാരമല്ലാത്ത ഒരു വിവാഹ നിശ്ചയമാണ്, അനുവിൻ്റെയും ഹുമയൂണിൻ്റെയും. സർ, എനിക്ക് കുറച്ച് സമയം തരണം. ഇങ്ങനൊരു കാര്യം എനിക്ക് തനിച്ച് തീരുമാനിച്ചുറപ്പിക്കാൻ പറ്റില്ല. എനിക്ക് മുസാഫിറിനോടൊന്ന് ചോദിക്കണം. ആരാണ് ഈ മുസാഫിർ? ഹലോ, ഫോണും കിട്ടുന്നില്ലല്ലോ. കസേരയിൽ നിന്ന് പറഞ്ഞപ്പോ ഒന്ന് താഴെ കിടക്കണം തോന്നി. നല്ല സുഖമുണ്ടല്ലേ? തണുത്ത തറ.